ഇനി മീനില്ലേലും നമുക്ക് മീൻകറിയുടെ അതേ രുചിയോടെ തയ്യാറാക്കാം മാങ്ങ മുളകിട്ടത്. അതിനായിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഒരു 6 മാങ്ങയോളം ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുക. അതുപോലെ 2 പച്ചമുളക് കീറിയിടുക. ഒരു അരമുറി വലിയ ഉള്ളിയുടെ ആവശ്യമുള്ളൂ, ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ചെറിയ ഒരു തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി അടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉലുവ പൊട്ടി വരുന്നതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇവയെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇച്ചിരി കല്ലുപ്പൊടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും വലിയുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ പീസുകൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും അതുപോലെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മാങ്ങ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കറക്റ്റ് മീൻകറിയുടെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി മാങ്ങാക്കാലൊക്കെയാണല്ലോ വരുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.